ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ട്രഡീഷണൽ മെത്തേഡ്സിനെ കുറിച്ച് കണ്ടു, അക്വാകൾച്ചറിൻ്റെ. രണ്ടാമത് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ച് കണ്ടു. ഇനി മൂന്നാമത് നമ്മൾ ടൈപ്സ് ഓഫ് അക്വാകൾച്ചർ, അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിനകത്ത് പല ടൈപ്പ് ഓഫ് അക്വാകൾച്ചേഴ്സ് ഉണ്ട്. കേജ് കൾച്ചർ, പെൻ കൾച്ചർ, മോണോസെക്സ് കൾച്ചർ, മോണോകൾച്ചർ, പോളികൾച്ചർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് അക്വാകൾച്ചേഴ്സ് ഉണ്ട്. ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. ബേസ്ഡ് ഓൺ കൾച്ചറൽ പ്രാക്ടീസസ് രണ്ട് ടൈപ്പ് ഓഫ് കൾച്ചർ ഉണ്ട്, കേജ് കൾച്ചറും പെൻ കൾച്ചറും. ഇപ്പോൾ കേജ് കൾച്ചറിനകത്ത് ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഓരോ കേജസിനകത്താണ് നമ്മൾ ഫിഷിനെ കൾച്ചർ ചെയ്യുന്നത്. അതൊരു മെറ്റൽ കേജ് ആകാം, അല്ലെങ്കിൽ ഒരു ബാംബുവിൻ്റെ ഒരു കേജ് ആകാം. അത് ഇതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നൈലോൺ വയർ യൂസ് ചെയ്യും. അങ്ങനെ അതിന് നല്ലൊരു സ്ട്രോങ് കേജ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫിഷിനെ കൾച്ചർ ചെയ്യുകയാണ് കേജ് കൾച്ചറിൽ ചെയ്യുന്നത്. പിന്നെ ഒരു റിവറിൻ്റെ ഒരു ഭാഗം ഒക്കെ എടുത്തിട്ടായിരിക്കും സാധാരണഗതിയിൽ കേജ് കൾച്ചറിങ് ചെയ്യുന്നത്. ഫ്ലോയിങ് റിവറിൻ്റെ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും നമുക്ക് അടിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു പോസ്റ്റിലോട്ടോ എന്തെങ്കിലും ഒരു സ്റ്റേക്കിലോട്ടോ ഒക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് കാണും കേജ് കൾച്ചറിൽ. അടുത്തതാണ് പെൻ കൾച്ചർ. പെൻ കൾച്ചറിൽ ഈ ബാങ്കോ അല്ലെങ്കിൽ ഷോറോ ഒക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്ത് ചെറിയ ചെറിയ എൻക്ലോഷേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്തായിരിക്കും ഈ ഫിഷസിനെ റേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കോ ഷോസിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ സ്മോൾ എൻക്ലോഷേഴ്സ് എന്ന് പറയുന്ന പേരാണ് പെൻ. അതുകൊണ്ടാണ് ഇതിന് പെൻ കൾച്ചർ എന്ന പേര് വന്നത്. പിന്നെ പെന്ന് സാധാരണ രീതിയിൽ പെൻസ് ഉണ്ടാക്കുന്നത്, അക്വാകൾച്ചറിനുള്ള പെൻസ് ഉണ്ടാക്കുന്നത് നൈലോണോ പോളിത്തീനോ മെഷ് നെറ്റ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും. പിന്നെ ഈ നെറ്റ് ഓരോ ഫ്യൂ മീറ്റേഴ്സിൻ്റെ ഇടയ്ക്കും ഓരോ പോസ്റ്റുകളാണ്. ആ പോസ്റ്റിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഈ നെറ്റ് ഇരിക്കുന്നത്. അതിൻ്റെ ബോട്ടം പാർട്ടാണെങ്കിലും ആ നെറ്റിൻ്റെ ബോട്ടം ഭാഗമാണെങ്കിലും ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റുമായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സാധാരണഗതിയിൽ പെൻസ് ഒരു ഷാലോ വാട്ടറിൽ, അതായത് 3 to 5 മീറ്റർ ഒക്കെ ഡീപ്പായിട്ടുള്ള ഷാലോ വാട്ടേഴ്സിലാണ് നമ്മൾ പെൻ കൾച്ചർ ചെയ്യുന്നത്. നമ്മൾ കണ്ട ഈ കേജ് കൾച്ചറും പെൻ കൾച്ചറും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ കൾച്ചറൽ പ്രാക്ടീസസ്. ആ ഒരു കൾച്ചറൽ പ്രാക്ടീസ് വെച്ചിട്ടാണ് ഈ കേജ് കൾച്ചറും പെൻ കൾച്ചറും രണ്ട് ടൈപ്പ് ഓഫ് കൾച്ചർ അക്വാ കൾച്ചർ നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സ്പീഷീസ് കൾച്ചർഡ് അറ്റ് എ ടൈം the following types of culturing are commonly adopted. അത് മോണോസെക്സ് കൾച്ചർ, മോണോകൾച്ചർ, പോളികൾച്ചർ, ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സ്പീഷീസ് കൾച്ചർഡ് അറ്റ് എ ടൈം. ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എത്രമാത്രം സ്പീഷീസിനെ കൾച്ചർ ചെയ്യുന്നു അതനുസരിച്ച് മോണോകൾച്ചർ, പോളികൾച്ചർ അല്ലെങ്കിൽ മോണോസെക്സ് കൾച്ചർ, ഇങ്ങനെ 3 തരമുണ്ട്. 3നെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തേതാണ് മോണോസെക്സ് കൾച്ചർ. ആ ഒരു ടൈറ്റിലിൽ തന്നെ, ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് എന്താണത് ഉദ്ദേശിക്കുന്നതെന്ന്. ഐദർ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ, ഏതെങ്കിലും ഒരു സിംഗിൾ സെക്സിനെ ആയിരിക്കും അവിടെ നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഒരേ സിംഗിൾ സ്പീഷീസിലുള്ള ഏതെങ്കിലും ഒരു സെക്സിനെ, മെയിലിന് ഐദർ മെയിലിന് അല്ലെങ്കിൽ എല്ലാം ഫീമെയിൽ, അങ്ങനെയായിരിക്കും നമ്മളവിടെ മോണോസെക്സ് കൾച്ചറിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അടുത്തതാണ് മോണോകൾച്ചർ. മോണോകൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അവിടെ നമ്മൾ കൾച്ചർ ചെയ്യുന്നത് ഒരു സിംഗിൾ സ്പീഷീസ് ഓഫ് ഓർഗാനിസത്തെയാണ്. അത് ഏത് ഇൻറ്റൻസിറ്റിയിലോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് വാട്ടറോ ആകാം, ബ്രാക്കിഷ് വാട്ടറിലോ സോൾട്ടിലോ ഫ്രഷ് വാട്ടറിലോ ഒക്കെ ആകാം, അത് ഏത് ഇൻറ്റൻസിറ്റിയിലും ആകാം. പക്ഷേ അവിടെ കൾച്ചർ ചെയ്യുന്ന സ്പീഷീസ് ഒരേ ടൈപ്പ് ആയിരിക്കും, ഒരേ ഓർഗാനിസത്തിൻ്റെ ആയിരിക്കും. അതിനാണ് മോണോകൾച്ചർ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ മോണോകൾച്ചറൊക്കെ ഇങ്ങനെ കൾച്ചറൊക്കെ ചെയ്യുന്നത് കാർണിവോറസ് ഫിഷസിൻ്റെ ഒക്കെ കൾച്ചറിങ്ങിന് വേണ്ടിയാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ ഓഫ് സ്പീഷീസ് കൾച്ചേർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. മോണോസെക്സ് കൾച്ചർ, മോണോകൾച്ചർ, പോളികൾച്ചർ. അതിനകത്ത് പോളികൾച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു നെയിമാണ് കോമ്പോസിറ്റ് ഫിഷ് കൾച്ചർ അല്ലെങ്കിൽ മിക്സ്ഡ് ഫാമിംഗ്. അതേക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പോളികൾച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പോളികൾച്ചർ, അവിടെ കൾച്ചറിങ് നടക്കുന്നത് സെവറൽ സ്പീഷീസിൻ്റെ കൾച്ചർ അവിടെ ഒരേ വാട്ടർ ബോഡിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിനെ പോളികൾച്ചർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഫിഷ് കൾച്ചർ എന്നൊക്കെ പറയാം. ഇങ്ങനെയുള്ള സിസ്റ്റത്തിൽ ജനറലി നാച്ചുറൽ ഫുഡ് ആയിരിക്കും, വാട്ടർ ബോഡിയിൽ നിന്ന് ഉള്ള നാച്ചുറൽ ഒരു ഫുഡ് സൈക്കിൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ടായിരിക്കും ഫുഡൊക്കെ അവൈലബിലിറ്റി എല്ലാ ഓർഗാനിസത്തിനും. പക്ഷേ ചില കേസസിലൊക്കെ സപ്ലിമെൻ്ററി ഫീഡിങ് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ
ഒരു കോമൺ ഫുഡ് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ സ്പീഷീസിന്, നമ്മളിപ്പം പോളികൾച്ചർ ആണല്ലോ ചെയ്യുന്നത്, അപ്പം ഒരുവിധം മോസ്റ്റ് ഓഫ് ദ സ്പീഷീസിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോമൺ ഫുഡ് ആയിരിക്കും നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഈ പോളികൾച്ചറിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻറ്റ് ട്രോഫിക് അല്ലെങ്കിൽ സ്പേഷ്യൽ നിഷസിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക. അതായത് ഇവിടെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള സ്പീഷീസ് ആണല്ലോ കൾച്ചർ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള സ്പീഷീസ് കൾച്ചർ ചെയ്യുമ്പം നമുക്ക് ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓരോ ട്രോഫിക് ലെവൽസ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, അങ്ങനെ ഉള്ള ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസിനെ യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലുള്ള കോമ്പാറ്റബിൾ സ്പീഷീസിനെയാണ് നമ്മളിവിടെ കൾച്ചർ ചെയ്യുന്നത്. അങ്ങനെ കൾച്ചർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഡിഫറെൻറ്റ് ട്രോഫിക് ആൻഡ് സ്പേഷ്യൽ നിഷസിനെയും, ഒരു പോണ്ടിലുള്ള എല്ലാ ട്രോഫിക് ആൻഡ് സ്പേഷ്യൽ നിഷസിനെയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. അതുവഴി മാക്സിമം ഫിഷ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് ഏരിയ നമുക്ക് ചെയ്യാനും പറ്റും. ഈ കോമ്പാറ്റബിൾ ഫിഷസ് എന്ന് പറയുന്നത് അത് കോംപ്ലിമെൻ്ററി ഫീഡിങ് ഹാബിറ്റ്സ് ഉള്ള ഫിഷസ് ആയിരിക്കും. അങ്ങനെ ഒരു മിക്സ്ചർ ഓഫ് ഫിഷ് ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഫുഡിനെ. നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഏറ്റവും നല്ല എഫിഷ്യൻറ്റ് വേയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഒരു മിക്സ്ചർ ഓഫ് ഫിഷസ് ആ പോണ്ടിലുണ്ടെങ്കിലാണ്. ഇതിനാണ് കോംപ്ലിമെൻ്ററി ഫീഡിങ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫിഷസിൻ്റെ ഒരു മിക്സ്ചർ, അവരുടെ ഫീഡിങ് ഹാബിറ്റ്സ് കോംപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ അവരെ നമുക്ക് ഒരുമിച്ച് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ എക്കോളജിക്കൽ നിഷസിനെയും നമുക്ക് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബോട്ടം ഫീഡേഴ്സ് ആണെങ്കിൽ അവരെ നമുക്ക് ആരുമായിട്ടാണ് കൾച്ചർ ചെയ്യാൻ കൂടുതൽ കോമ്പാറ്റബിൾ ആയിട്ട് വരിക? കോളം ഫീഡേഴ്സ് അല്ലെങ്കിൽ പ്ലാങ്ക്ടൺ ഫീഡേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് നമുക്ക് ബോട്ടം ഫീഡേഴ്സിനെ കമ്പൈൻ ചെയ്യാം. അപ്പോൾ അവിടെ ഫുഡിനുള്ള കോമ്പറ്റീഷൻ കുറയും. ഈവൻ നമുക്ക് ഈ ഫിഷ് സ്പീഷീസിനെ നമുക്ക് അതർ ഷ്രിംസോ അല്ലെങ്കിൽ ഡക്സോ അങ്ങനെ പല അതർ സ്പീഷീസുമായിട്ട് നമുക്ക് കമ്പൈൻഡ് ഫോമിൽ ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിനകത്ത് വളർത്താൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡക്സിനെ വളർത്തുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നത്? പോണ്ടിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യും. എങ്ങനെ? അതിന് ഡക്സ് തരുന്ന എക്സ്ക്രീറ്റ എന്ന് പറയുന്നത് ഫിഷിൻ്റെ ഒരു ഫെർട്ടിലൈസറായിട്ട് ആക്ട് ചെയ്യാം. അപ്പം അങ്ങനെ പോണ്ടിൻ്റെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഡക്സ് എൻഹാൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പല രീതിയിൽ, അതായത് ഒന്നിൻ്റെ വേസ്റ്റ് പ്രോഡക്ട്സ് വേറൊന്നിന് ഗുണമായിട്ട് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ പോളികൾച്ചർ എന്ന് പറയുന്നത് വളരെ അഡ്വാൻറ്റേജസ് ആണ് മോണോകൾച്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇന്ത്യയിൽ സാധാരണഗതിയിൽ പോളികൾച്ചർ വളരെ പണ്ട് കാലം മുതലേ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു സമ്പ്രദായമാണ്. അതിൽ തന്നെ ഇപ്പം നമ്മൾ സർഫസ് ഫീഡേഴ്സ് ആയിട്ടുള്ള കട്ട്ല അതിനെ നമ്മൾ ഒരു ബോട്ടം ഫീഡറുമായിട്ട് കമ്പൈൻ ചെയ്യും. ലേബിയോ കാൽബാസു എന്ന് പറയുന്ന ഒരു ബോട്ടം ഫീഡറുമായിട്ട് കമ്പൈൻ ചെയ്ത്, പിന്നെ വേറെ ഒരു കോളം ഫീഡർ ലേബിയോ റോഹിത. അപ്പം ഒന്ന് സർഫസ് ഫീഡറാണ്, കട്ട്ല ഒരു സർഫസ് ഫീഡറാണ്. പിന്നെ ഒരു കോളം ഫീഡർ വരുന്നു ലേബിയോ റോഹിത, പിന്നെ ഒരു ബോട്ടം ഫീഡർ വരുന്നു, അത് ലേബിയോ കാൽബാസു. അപ്പം ഇവർ 3 പേരെയും കൂടെ നമുക്ക് ഒരേ പോണ്ടിൽ സ്റ്റോക്ക് ചെയ്താലും അവിടെ കോമ്പറ്റീഷൻ അത്ര കോമ്പറ്റീഷൻ ഒന്നും വരില്ല. അവർ പല നിഷസ് ആയതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ കുറഞ്ഞിരിക്കും. ഇതൊക്കെയാണ് പോളികൾച്ചറിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അടുത്തത് വാട്ടർ ബോഡീസിൻ്റെ ടെമ്പറേച്ചർ വെച്ചുള്ള ക്ലാസിഫിക്കേഷനാണ്. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വാം വാട്ടർ അക്വാകൾച്ചറും വേറൊന്ന് കോൾഡ് വാട്ടർ അക്വാകൾച്ചറും. വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്താ അത് ഉദ്ദേശിക്കുന്നതെന്ന്. ഈ വാം വാട്ടർ അക്വാകൾച്ചറിലാണെങ്കിൽ ടെമ്പറേച്ചർ, ആ വാട്ടർ ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 20 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ടായിരിക്കും. എന്നാൽ കോൾഡ് വാട്ടർ അക്വാകൾച്ചറിലോ അവിടെ കോൾഡ് വാട്ടർ ആയിരിക്കും. നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ ഒരു കേസ് എടുക്കുവാണെങ്കിൽ ഒരു 914 മീറ്റർ എബോവ് സീ ലെവലിലോട്ട്, മീൻ സീ ലെവൽ MSL, അതിന് മുകളിലോട്ടൊക്കെ കാണുന്ന വാട്ടർ ബോഡീസ് എപ്പോഴും കോൾഡ് വാട്ടേഴ്സ് ഒക്കെ ആയിരിക്കും. അവിടുത്തെ ഫിഷസിനും അതിൻ്റേതായ അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. കോൾഡ് വാട്ടർ അക്വാകൾച്ചറിൽ അതിൻ്റേതായ അഡാപ്റ്റേഷൻസ് അതിലെ ഫിഷസിലും കാണും. എക്സാമ്പിൾ സാൽമൺ, ട്രോട്ട്.